ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഗുരുവായൂരത്തെ ഉത്സവത്തിൻ്റെ 2ാം ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ ആനയോട്ടം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് വീടുകളിലേക്ക് പകർച്ച കഞ്ഞിയും ചോറൊക്കെ കിട്ടുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പം നമുക്കും അതിൻ്റെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കൂപ്പണുകളും കാർഡുകളൊക്കെ ഉണ്ടാവും. അവിടെ ജോലി ചെയ്യുന്നവർക്കും അവിടെ ആനപ്പാപ്പാമാർക്കും അതുപോലെ തന്നെ റിട്ടയർഡ് ആയവർക്കൊക്കെ അങ്ങനെ പലതരത്തിലുള്ള കാർഡുകൾ കിട്ടും കേട്ടോ. അപ്പം നമുക്കൊരു കൂപ്പൺ പോലത്തെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചിലവർക്ക് 8 ദിവസം വരെ ഉണ്ടാവും കഞ്ഞിയും കാര്യങ്ങളൊക്കെ, ചിലവർക്ക് 10 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് 8 ദിവസത്തെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അന്ന് രാവിലെ തന്നെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ കഞ്ഞിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളും കൂടെ പോയിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ കേട്ടോ. സാധാരണ ചേട്ടൻ മാത്രമാണ് പോവാറുള്ളത്. അപ്പോൾ കുറേ നാളായി ഞാൻ പറയണ ഞാനും വരുന്നുണ്ട് ഒക്കെ ഒന്ന് കാണാൻ. അപ്പോൾ ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇതാ ക്യൂവിൽ നിൽക്കണം കേട്ടോ ചോറ് ഇറങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് അവിടുത്തെ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ 2-3 സ്ഥലത്ത് ഇതുപോലെ പകർച്ച കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റേജുകളിലായിട്ട് ഇതുപോലെ തിരുവാതിരക്കളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കാത്തും നമ്മളേക്ക് ഇതാ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കഞ്ഞിയും പുഴുക്കാണ് കേട്ടോ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വേറെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആവില്ലേ. കഞ്ഞിയൊക്കെ രാവിലെ ഉണ്ടാക്കണതാണ്. ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കൊക്കെ അത് ചിലപ്പോൾ പുളിപ്പൊക്കെ വരും. അപ്പോൾ ഇതും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള 2-3 വീട്ടുകാരൊക്കെ നമ്മൾ ഈ ഒരു കഞ്ഞിയിൽ നിന്ന് പകർച്ച കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ പിന്നെ നാത്തൂനുണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പോൾ അവരൊന്നും ഇല്ലല്ലോ ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ നമ്മളെ തൊട്ടടുത്തുള്ള 2-3 വീട്ടുകാർക്ക് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഞങ്ങളിത് ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾക്ക് 3 മണി തൊട്ടിട്ട് ചോറും മോരുകറി, അത് രസകാളനും ഒക്കെ കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ. അതിന് കുറച്ച് നേരത്തെ തന്നെ പോകണം കേട്ടോ, നല്ല തിരക്കുണ്ടാവും. അപ്പോൾ അതും വാങ്ങിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കഞ്ഞി കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളിതെല്ലാതും കഞ്ഞിയും നമ്മുടെ മുതിരപ്പുഴുക്കും എല്ലാതും കൂടി കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനൊന്നും ആദ്യം കഞ്ഞിയൊന്നും കുടിച്ചിരുന്നില്ല. ഇപ്രാവശ്യം അവനും നല്ല രീതിയിൽ തന്നെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ചേട്ടൻ ഒരു 2 മണി 2:30 കൂടിയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അല്ലെങ്കിലും നല്ല ക്യൂവും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആൾ പോയിട്ട് ഒരു 4-4:30 ആകുമ്പോഴേക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി രസകാളൻ എന്നാണ് പറയുക കേട്ടോ. ആ ഒരു മോര് കറിക്ക് നല്ല മധുരം ഉണ്ടാവും. അതും ചോറും പിന്നെ മത്തങ്ങ ഓലനും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4-4:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളത് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്,